ഗുഡ് മോർണിംഗ്. അക്കൗണ്ടിംഗ് വിത്ത് ടാലിയുടെ രണ്ടാമത്തെ മോഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ടാലി എന്താണ്, ടാലിയിലേക്കുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ടാലി എങ്ങനെ ഓപ്പൺ ചെയ്യാം, ദെൻ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് പാക്കേജ് ആണ്. ഈ അക്കൗണ്ടിങ് പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേൾഡിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് പാക്കേജ് ആണ്. ടാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി മോസ്റ്റ് സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻ അവൈലബിൾ ഇൻ ദി വേൾഡ്, which is developed by the Tally Solution Private Limited. And with the help of the Tally, we can create accounts, prepare vouchers, and keep inventory information and produce the various types of reports. അപ്പോൾ നമുക്കൊരു ടാലി ഉണ്ടെങ്കിൽ തന്നെ ആ ടാലി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുന്നോടി നമുക്കൊരു വൗച്ചർ ഉണ്ടെങ്കിൽ ആ വൗച്ചറത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വൗച്ചർ എൻട്രീസ് ചെയ്യാൻ പറ്റും. ആ വൗച്ചർ എൻട്രി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ജേർണൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ജേർണൽസ് വെച്ച് നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഓരോ ലെഡ്ജർ അക്കൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ സ്റ്റോക്ക് ലെവൽസ് കണ്ടെത്താൻ പറ്റും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു കൺട്രോൾ ദി സ്റ്റോക്ക് ലെവൽസ്. അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് ദ ക്യാഷ് ലെവൽ ഓഫ് ദ കമ്പനി, വി വിൽ ഗെറ്റ് ഇൻഫർമേഷൻ വെരി ഈസി ആയിട്ടും വെരി പ്രോംപ്റ്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യും, എല്ലാ ഡാറ്റകളും കിട്ടാനും ടാലി കൊണ്ട് സാധിക്കുന്നുണ്ട്. Then it is possible to extract trial balance and produce various type of reports. അപ്പോൾ ട്രയൽ ബാലൻസ് ഒക്കെ കിട്ടാൻ വളരെയധികം സിമ്പിൾ ആണ്. കാരണം വെച്ചാൽ നമുക്ക് ജസ്റ്റ് ആ ഓപ്ഷനിൽ ചെന്നിട്ട് ട്രയൽ ബാലൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻറ്റർ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ട്രയൽ ബാലൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് സം ഡിഫറെന്റ് കൈൻഡ്സ്, നമുക്കൊരു ആളെ പറ്റിയിട്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട്, ഇപ്പോൾ ഉദാഹരണം സജിത്ത് നമ്മളൊരു ക്രെഡിറ്റർ ആണെങ്കിൽ ആ സജിത്തിന്റെ അക്കൗണ്ട് കിട്ടണേ എന്ത് ചെയ്യാം, നമുക്ക് ലെഡ്ജർ വ്യൂവിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടെത്താൻ പറ്റും. സജിത്തിന് എത്രത്തോളം എമൗണ്ട് ഉണ്ട് കൊടുക്കാൻ, എത്രത്തോളം എമൗണ്ട് സജിത്തിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാലി മുഖേന കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പൊ ടാലിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വെരി സിമ്പിൾ ആണ്, മീൻസ് സിംപ്ലിസിറ്റി എന്ന് പറയും. എനിബഡി ഹു ഹാസ് എ ബേസിക് നോളജ് ഓഫ് അക്കൗണ്ട്സിന്റെ ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്പീഡാണ്. ടാലി എന്ത് ചെയ്യുന്നുണ്ട്, ദ ടാലി യൂസർ ക്യാൻ ഗെറ്റ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ഫോർ എനി ഡേറ്റ്. നമുക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ട്സോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസോ ടാലിന്ന് റിട്രീവ് ചെയ്യാൻ വളരെയധികം സിമ്പിൾ ആണ്, വളരെയധികം സ്പീഡായിട്ട് അത് റിട്രീവ് ചെയ്യാനും പറ്റുന്നതാണ്. പവർഫുൾ ആണ്. The Tally has powerful to generate the management information which could help the management in taking correct and quick decisions. അപ്പോൾ ടാലി പവർഫുൾ ആണെന്ന് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് മാനേജ്മെന്റിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് വെരി ക്വിക്ക് ആയിട്ടും അതുപോലെ വെരി കറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ടാലിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ കമ്പനീന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് അറിയണമെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ മതി. ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആർക്ക്, നമ്മൾ ടാലിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഡേറ്റ് ആണ് ആ ഡേറ്റിനനുസരിച്ചുള്ള ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യും, ടാലി ഇറ്റ് വിൽ ക്രിയേറ്റ് ഇറ്റ്. സോ ഡിപെൻഡ്സ്. അപ്പോൾ അത്രയും പവർഫുൾ ആണ്. നമുക്കൊരു മാനുവൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മാസം അവസാനമൊക്കെ ആവുന്ന സമയത്ത് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം അല്ലേ. പക്ഷെ ടാലി അങ്ങനെയല്ലല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യും. സോ വി കൻ ജനറേറ്റ് ഇൻഫർമേഷൻ which could be help the management taking correct decisions. That flexibility ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മളെ കമ്പനിയുടെ ബിസിനസ് പ്രോസസ്സ് നമ്മളിപ്പോൾ മാർക്കറ്റിംഗിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ രീതിയിലേക്കുള്ള ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ടാലി അവിടെ സ്യൂട്ടായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മളെ കമ്പനിയുടെ ബിസിനസ് മോഡൽ മാറിയിച്ചിട്ട് നമ്മൾ ടാലി മാറ്റേണ്ട ആവശ്യമില്ല. വി ക്യാൻ യൂസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഹാവ് ദി എബിലിറ്റി ടു ഫ്ലെക്സിബിൾ. ഒരു റിജിഡ് ആയിട്ടുള്ള ഫോം അല്ല ടാലിയുടെ വർക്കിങ്സ് എന്ന് പറയുന്നത്. ദെൻ കോഡ് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കുകയാണെങ്കിൽ വി നീഡ് ടു ലേൺ ദി കോഡ്. നമ്മൾ പണ്ട് പഠിച്ചിട്ട് ഓർമ്മ ഉണ്ടോ, വി ബി പഠിക്കുന്ന സമയത്ത് വി നീഡ് ടു ലേൺ ദി കോഡ്. പക്ഷേ ഇങ്ങനെ കോഡിങ് കാര്യങ്ങളൊന്നും എന്തിനില്ല, ടാലിക്ക് ഇല്ല. ദെൻ റിയൽ ടൈം ആണ്. അപ്പൊ റിയൽ ടൈം എന്ന് പറയാൻ വെച്ചാൽ നമുക്ക് പ്രോംപ്റ്റ് ആയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്
ടാലിയുടെ കാര്യങ്ങൾ. സോ ദ ടാലി അപ്ഡേറ്റ് ഓൾ ദി റിപ്പോർട്ട്സ് ഫ്രം ദ ഡേ ടു ബാലൻസ് ഷീറ്റ് ആസ് വെൻ ദ ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ്. ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ ടാലിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫ്രം ദ ബുക്ക് കീപ്പിംഗ്, ഒരു ബുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ അതെന്ത് ചെയ്യുന്നത് ടോട്ടൽ ഫിനാൻഷ്യൽ പൊസിഷൻസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മളൊരു ജേണൽ എൻട്രി ചെയ്താണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്, അതായത് ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു ബാങ്കിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്തു, എവിടേക്കാണ് ബിസിനസിന്റെ യൂസിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കുറയ്ക്കണം, ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കുറയ്ക്കണം. പക്ഷെ നമ്മൾ ഒറ്റ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്നത്, ജസ്റ്റ് കോൺട്രാക്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അത് ടോട്ടൽ ബാലൻസ് ഷീറ്റിന് അല്ലെങ്കിൽ ടോട്ടൽ അക്കൗണ്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നതിന് റിയൽ ടൈം എന്ന് പറയുന്നത്. ഇതിനടുത്തതാണ് ഓൺലൈൻ ഹെൽപ്പ്. ഇപ്പോൾ ഓൺലൈൻ ഹെൽപ്പ് എന്ന് വെച്ചാൽ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടാലിയുടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് വെച്ചാൽ. എനി ടൈം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈൻ ഹെൽപ്പ് കിട്ടുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പ്രോബ്ലംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് കിട്ടാനും ടാലിയെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ടാലിയുടെ ഫീച്ചേഴ്സ്. സിംപ്ലിസിറ്റി ആണ്, സ്പീഡാണ്, പവർഫുൾ ആണ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നോ കോഡാണ്, റിയൽ ടൈം ആണ്, ഓൺലൈൻ ഹെൽപ്പ് ആണ്. സോ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ദെൻ സ്റ്റാർട്ടിങ് ഓഫ് ടാലി. ഒരു ടാലി എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ യൂഷ്വലി ടാലി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെയാ സ്റ്റാർട്ടിലേക്ക് പോവാം. അവിടെ പ്രോഗ്രാമിൽ ടാലി .erp9. സോ വിൻഡോസ് 10 ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രോഗ്രാം ഒന്നുമില്ല, സ്റ്റാർട്ടിൽ പോവാം. അവിടെ എന്തുണ്ടാവും, ടാലി എന്നൊരു ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ ആ ടാലി ഫോൾഡറിൽ നമ്മുടെ ടാലി .erp9 എന്നൊരു ഐക്കൺ കാണും. ഈ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടാലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. സ്റ്റാർട്ടിലേക്ക് വരിക, സ്റ്റാർട്ടിൽ നമ്മൾ ടാലി ടീയിലേക്ക് വരിക, ഇവിടെ ടാലി ഉണ്ടാവും. ടാലി എന്ത്, ടാലി .erp9. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടാലി ഓപ്പൺ ആവും. ഈ ടാലി ഓപ്പൺ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇതൊരു പെയ്ഡ് വേർഷൻ ആണ് ശരിക്കും ടാലി. സോ നമ്മൾ ഇതിൽ എഡ്യൂക്കേഷൻ മോഡ് വെച്ചിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. സോ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ആയി വരും. ഇതാണ് ടാലിയുടെ ഹോം പേജ്, അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയും, സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ 7 പോയിന്റ്സുകളാണ്. ടാലിക്ക് എന്തുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചത് എങ്ങനെ ടാലി ഓപ്പൺ ചെയ്യുന്നത്, ഗേറ്റ് വേ ടാലി എന്ന് പറയും. ദെൻ ടാലിയുടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ടാലിയിൽ 7 സെഷൻസ് ആണ് മെയിൻലി ഉള്ളത്. ടൈറ്റിൽ ബാർ ഉണ്ട്, ഹൊറിസോണ്ടൽ ബട്ടൺസ് ഉണ്ട്. അതുപോലെ ഗേറ്റ് വേ ടാലിയിലെ മെയിൻ സ്ക്രീനായ ആ സ്ക്രീൻ രണ്ടായിട്ട് എന്തെങ്കിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്. അതുപോലെ ബട്ടൺ ബാർ ഉണ്ട്, ദെൻ കാൽക്കുലേറ്റർ ഏരിയ ഉണ്ട്, ഇൻഫർമേഷൻ പാനൽ ഉണ്ട്, ദെൻ ടാസ്ക് ബാർ ഉണ്ട്. ഇതൊക്കെ എവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഓക്കെ, നമ്മളെ ടാലിയുടെ ഏറ്റവും ടോപ്പിലുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയും. ഇവിടെ ടാലി .erp9, അതായത് വേർഷനും അതുപോലെ തന്നെ അതിൻ്റെ റിലീസിങ് നമ്പറും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടു താഴത്തുള്ള പ്രിന്റ്, എക്സ്പോർട്ട്, ഇമെയിൽ, അപ്ലോഡ്, ടാലി ഷോപ്പ്, ലാംഗ്വേജ്, കീബോർഡ്, കൺട്രോൾ സെന്റർ, സപ്പോർട്ട് സെന്റർ, ഹെൽപ്പ് സെന്റർ. ഈ കൂട്ടം ബട്ടൺസ് അല്ലെങ്കിൽ ഈ കൂട്ടം നമ്മുടെ ബാർസ് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ എന്ന് പറയും. ഇനി ടാലിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതും
ഇതുമാണ്. അപ്പൊ ഇതിനെ പറയുന്നത് ഗേറ്റ് വേ ടാലിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ട് സൈഡ്. ഇത് റൈറ്റ് സൈഡ് എന്ന് പറയും, ഇത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയും. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ഇൻഫോ ഉണ്ടാവും. കമ്പനി ഇൻഫോ പോലെ ലോഗിൻസ് ഉണ്ടാവും, ദെൻ ക്രിയേറ്റ് കമ്പനി ഉണ്ടാവും, ബാക്കപ്പ് ഉണ്ടാവും, റിസ്റ്റോർ ഉണ്ടാവും, ക്വിറ്റ് ടാലി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡത്തെ ഇവിടെ കറണ്ട് പീരീഡ് ഉണ്ടാവും. അതായത് ഏത് കമ്പനിയാണോ ആ കമ്പനീന്റെ കറണ്ട് പീരീഡ്, അതിന് കറണ്ട് ഡേറ്റ്, ദ നെയിം ഓഫ് ദി കമ്പനീസ്, ലിസ്റ്റ് ഓഫ് കമ്പനി. ഇവിടെ കുറെ കമ്പനിയുടെ നെയിംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോ കമ്പനിയിലും ലാസ്റ്റ് എൻട്രി ചെയ്ത എൻട്രി ഡേറ്റ് ഉണ്ടാവും. ദെൻ ഇനി റൈറ്റ് സൈഡ്, ടോപ്പ് റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഏരിയ, ഇതിന് പറയുന്നത് ബട്ടൺ ബാറുകൾ എന്ന് പറയും. ഈ ബട്ടൺ ബാറിന് പ്രത്യേകിച്ച് ഇവിടെ F11 ഫീച്ചർ ഡിസേബിൾ ആണ്. കാരണം വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷൻ വേർഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഏരിയയിലും ഇപ്പോൾ ഓരോ നമ്മൾ പറയുന്ന ഗേറ്റ് വേയിൽ അല്ലെങ്കിൽ ഓരോ വിൻഡോയിലും മാക്സിമം ക്വിക്കായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസിനെ കാണിക്കുന്ന, ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയയാണ് ഈ ബട്ടൺ ബാർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ മാക്സിമം നമുക്കിപ്പോൾ കാണിക്കാനുള്ള F12 കോൺഫിഗറേഷൻ നമുക്ക് നൽകാം. സോ നമുക്ക് കീബോർഡിൽ തന്നെ F12 ഓപ്ഷൻസ്, ആ F12 ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഗറേഷനിലേക്ക് എത്തും. സോ ഈ ക്വിക്ക് ആയിട്ടുള്ള അതല്ലെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ ബാർസുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഉള്ളത്. പിന്നെ അടുത്തതാണ് ഇവിടെ വെച്ചാൽ നമ്മൾ അടുത്തതാണുള്ളത് നമ്മൾ ടാസ്ക് ബാർ എന്ന് പറയും. ടാസ്ക് ബാർ ഈ ഏറ്റവും ബിലോയിലുള്ളതാണ് ടാസ്ക് ബാർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു ടാസ്ക് ബാർ ആയിട്ട് കാണുക. ഇവിടെ നമ്മളെ ഡേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് ഡേറ്റ് 3 ഡിസംബർ 2012, ടൈമും ഉണ്ട് 22:47:15 ടൈമും ഉണ്ട്. ദെൻ അടുത്തതാണ് ഇൻഫോ പാനൽ എന്ന് പറയും. ഇൻഫോ പാനൽ, ഈ ഇൻഫോ പാനൽ വെച്ചാൽ നമ്മുടെ ഇവിടെയാണ് വേർഷൻ ഉണ്ടാവും, അതുപോലെ റിലീസിങ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ലൈസൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ മോഡാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഫിഗറേഷൻസ് ഉണ്ടാവും, സെർവറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ദെൻ ഇനി അടുത്തൊന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി കാണാൻ പറ്റാത്തൊരു കേസ് വെച്ചാൽ ഇവിടെ കാൽക്കുലേറ്റർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. കാൽക്കുലേറ്റർ, ഈ കാൽക്കുലേറ്റർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, ഈ കാൽക്കുലേറ്റർ എന്ന ഏരിയ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആൾട്ട് അല്ല Ctrl+N ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റർ ഓൺ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം കണക്ക് കാണിച്ചാൽ 1500 മൈനസ് 250, നമുക്ക് അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കണക്കൊക്കെ ഇവിടെ ചെയ്യാം. ഇനി കാൽക്കുലേറ്ററിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാൻ വേണ്ടി, കാൽക്കുലേറ്ററിൽ നിന്ന് മെയിൻ മെനുവിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നമ്മൾ എന്താ Ctrl+M നിൽക്കിയാൽ മതി. Ctrl+N നിൽക്കി കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ആണ്, Ctrl+N നിൽക്കിയ മെയിൻ മെനുവിലേക്ക് തിരിച്ചെത്തും. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മളെ ഇൻഫോ പാനൽ കാൽക്കുലേറ്ററുള്ള ഏരിയ, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ Ctrl+N നിൽക്കുക, അതല്ലെങ്കിൽ നമുക്ക് എന്താ ഈ സ്വിച്ച്, ഈ ഒരു ബട്ടൺ ഉണ്ടാവും എഡ്സിന്റെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് പോയി കിട്ടും. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ടാലിന്റെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ടാലി ഓപ്പൺ ചെയ്യുന്ന ടാലിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ടാലിയില് ഗേറ്റ് വേ ടാലി നോക്കാം. ഗേറ്റ് വേ ടാലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഓരോ ഷോർട്ട് കട്ടുകളുണ്ട്. നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ Alt+P ആണ്, അതുപോലെ എക്സ്പോർട്ട് ചെയ്യാൻ Alt+E ആണ്, മെയിൽ ചെയ്യാൻ Alt+M ആണ്, അതുപോലെ അപ്ലോഡ് ചെയ്യാൻ Alt+O ആണ്, ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് Alt+G ആണ്, കീബോർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് Alt+K ആണ്, കൺട്രോൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സെന്റർ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് Ctrl+K ആണ്, അതുപോലെ
സപ്പോർട്ട് സെന്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ എച്ച് ആണ്. അപ്പൊ ഇത്ര കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ ഗേറ്റ്വേ ടാലിയിൽ 2 സൈഡുകളാണുള്ളത്. ഒന്ന് റൈറ്റ് സൈഡും ഉണ്ട്, ഒന്ന് ലെഫ്റ്റ് സൈഡും ഉണ്ട്. സോ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളാണ് ഉള്ളത്. സെലക്ട് കമ്പനി, അതുപോലെ ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ് കമ്പനി. ദെൻ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കമ്പനിയുടെ കറണ്ട് പീരീഡ് കാണാം, അതുപോലെ കറണ്ട് ഡേറ്റ് കാണാം, ലിസ്റ്റ് ഓഫ് കമ്പനീസ്, സെലക്ടഡ് കമ്പനീസ് കാണാം, ദെൻ സെലക്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് എൻട്രീസ് കാണാം, നെയിം ഓഫ് കമ്പനീസ് കാണാം. ദെൻ ബട്ടൺ ബാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകൾ സൈഡിലെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഏരിയയാണ് നമ്മുടെ ബട്ടൺ ബാർ എന്ന് പറയും. അപ്പൊ ഓരോ ഡിസ്പ്ലേയിലും അല്ലെങ്കിൽ ഓരോ വിൻഡോയിലും കാണിക്കാൻ പറ്റുന്ന എല്ലാ മാക്സിമം ഷോർട്ട് കട്ടുകളും ഈ ബാറിൽ എന്ത് ചെയ്യും, കാണിക്കുന്നു. അപ്പൊ ഈ ഇപ്പോ ഗേറ്റ്വേ ടാലിയിലെ മെയിൻ മെനുവിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കോൺഫിഗറേഷനുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഷോർട്ട് കട്ടുള്ളൂ. അത് F12 നോക്കി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഗറേഷനിലേക്ക് പോകാൻ പറ്റും മാത്രമാണ്. ദെൻ ഇൻഫോ കാൽക്കുലേറ്റ് ഏരിയ പറഞ്ഞു, കൺട്രോൾ എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റർ കിട്ടും. അതുപോലെ ഇൻഫോ കൺട്രോൾ എന്ന് നോക്കി കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ വരും. അല്ലെങ്കിൽ കൺട്രോൾ M നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ മെനുവിലേക്ക് തിരിച്ചു പോകാം. ദെൻ അടുത്തതാണ് ഇൻഫോ പാനൽ എന്ന് പറയും. ഇൻഫോ പാനൽ പ്രത്യേകിച്ചാൽ അവിടെ വേർഷൻസ് ഉണ്ടാവും, അതുപോലെ ലൈസൻസ് കാണിക്കുന്നുണ്ടാവും, കോൺഫിഗറേഷൻസ് കാണിക്കുന്നുണ്ടാവും. ഈ ഏരിയയിൽ നമ്മൾ എന്ത് പറയും, ഇൻഫോ പാനൽ എന്ന് പറയും. ദെൻ ഇനി ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു കമ്പനിയിലേക്ക് വരും. നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ മൗസ് അല്ലെങ്കിൽ കീബോർഡ് മൂവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, മൗസിൽ ലെഫ്റ്റ് ബട്ടൺ 2 വട്ടം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി സെലക്ട് ആക്കാം. ഇവിടെ നോ കമ്പനീസ് ആണ്, നോ യൂസ്. ദെൻ അടുത്ത് ഇനി നമുക്ക് പറയാനുള്ളത് വെച്ചാൽ എങ്ങനെയാണ് ടാലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഇവിടെ സിമ്പിൾ ആയിട്ട് കമ്പനി ഇൻഫോയിൽ വരിക, ക്വിറ്റ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ആ ക്വിറ്റ് എന്ന ഓപ്ഷൻ എൻ്റർ ചെയ്യാം. അപ്പോൾ ചോദിക്കും ക്വിറ്റ് ചെയ്യണോ, യെസ് ഓർ നോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വൈ എന്ന് ക്ലിക്ക് ചെയ്താലും ക്വിറ്റ് ആവും, അതല്ലെങ്കിൽ എൻ്റർ അടിച്ചാലും ക്വിറ്റ് ആവും. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ക്രിയേഷനും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം.